all, ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 5 ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളതാണ്. സോ ഈ ലാസ്റ്റ് യൂണിറ്റിൽ യൂണിറ്റ് 4 വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ന്യൂമറിക്കൽ ഡേറ്റ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വി ആർ focusing on the in-depth understanding of a social phenomenon or whatever being studied. നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള റിസർച്ചിൽ വൈ, വാട്ട് ആൻഡ് ഹൗ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ഇലാബറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ചേഴ്സ് ട്രൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് വിത്ത് വാട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഓൺ in-depth understanding of the social phenomenon or what all being studied within the research setting. നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ബീങ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇറ്റ് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. സോ ഏർലി 20s ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇപ്പോൾ ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി ഡിസിപ്ലിനിലൊക്കെ അവർ ഓരോ കൾച്ചറിനെ കുറിച്ചും ഓരോ ഗ്രൂപ്പിനെയൊക്കെ കുറിച്ചും ഇൻ ഡെപ്ത് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കൾച്ചറിലുള്ള പോലെ ആവില്ല വേറൊരു കൾച്ചറിൽ. അപ്പോൾ സെയിം ടൂൾ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറിനെ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവരെ കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട് അവരെന്താണ്, അല്ലെങ്കിൽ വാട്ട് ദേ ആർ ആൻഡ് ഹൗ ദേ ആർ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു റിസർച്ച് മെത്തഡോളജിയാണ് എന്ത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആസ് എൻറ്റയർലി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി. സൈക്കോളജി ഫീൽഡിൽ എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡെവലപ്പ് ചെയ്തതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഹാസ്. സോ ദ യൂസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് വാസ് ട്രേസ്ഡ് by Georgi in the work of William Wundt, Alfred Binet and John Watson and the Gestalt School. So Jean Piaget. So ഇവരെല്ലാവരുടെയും കൂടെ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ജോർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ചർ സ്റ്റാർട്ട് ചെയ്ത ഒരു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ക്വാളിറ്റേറ്റീവ് റിസർച്ച് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത്. സോ അദ്ദേഹത്തിൻ്റെ ലൈക്ക് മെയിൻലി കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോമിനോളജിക്കൽ മെത്തേഡ് ആൻഡ് ദ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. സോ ഈ ഫിനോമിനോളജിക്കൽ മെത്തേഡ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഫോക്കസ് ഓൺ സ്റ്റഡിങ് ദ ഫിനോമിനൻ ദാറ്റ് ഹാവ് ഇമ്പാക്റ്റഡ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പോൾ ഇത്രയും ഒരു പോപ്പുലേഷനെ ഈ ഒരു കണ്ടീഷൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പോപ്പുലേഷനെ മാത്രം അത് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, വാട്ട് ഈസ് ഇറ്റ് ഓർ ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഒക്കെ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഫിനോമിനോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഹൗ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്, ഇറ്റ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബൈ ദ റിസർച്ചർ ജോർജി with his contributions to the phenomenology and the humanistic psychology. So he has developed the method called phenomenological method, which focus on what, studying the phenomenon that have impacted an individual. So that is with the historical sketch of qualitative research in the field of psychology. Now let's see what is the other topic. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ഇപ്പോൾ യൂണിറ്റ് 4 പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് കേസ് സ്റ്റഡി. എന്താണ് ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്? സോ ഇറ്റ് ഇസ് എൻ ഇൻറ്റൻസീവ് സ്റ്റഡി അബൌട്ട് എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ എ യൂണിറ്റ്, സോ വിച്ച് ഈസ് എയിം ടു ജനറലൈസ് ഓവർ സെവറൽ യൂണിറ്റ്സ്. സോ ഒരു കേസ് സ്റ്റഡി ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ മൂവീസിലൊക്കെ ആ ഒരു കേസ് സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കേസ് സ്റ്റഡി, ആ ഒരു പെർട്ടിക്കുലർ ആളുടെ കേസ് സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ന് പറയും. സോ എന്താണ് കേസ് സ്റ്റഡി? ഇൻറ്റൻസീവായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അബൌട്ട് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഇതിനൊക്കെ കുറിച്ചിട്ട് ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഫോമാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കേസ് സ്റ്റഡി എന്ന് പറയുക. സോ ദാറ്റ് ഈസ് ദ first type of qualitative research, that is case study.
ഇനി സെക്കൻഡ് ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോഗ്രഫിയാണ്. സോ എത്തനോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഫോർ കളക്ടിങ് ഡേറ്റ ഓഫൻ യൂസ്ഡ് ഇൻ ദ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ആൻഡ് ഡാറ്റ ആർ കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻസ് ആൻഡ് ഇൻ്റർവ്യൂസ് വിച്ച് ആർ ദെൻ യൂസ്ഡ് ടു ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട് ഹൗ സൊസൈറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫങ്ഷൻ. സോ എത്തനോഗ്രഫി അല്ലെങ്കിൽ എത്തനോഗ്രാഫിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻസിലൂടെയും ഇൻ്റർവ്യൂസിലൂടെയൊക്കെയാണ്. ഇപ്പോൾ പെർട്ടിക്കുലർ നമ്മളൊരു ഗ്രൂപ്പിനെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അവരുമായിട്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഓക്കെ ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ അവിടെ ഹൈ ആണ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ലോ ആണ് എന്നുള്ള കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നത്. സോ എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ആർ ഫോക്കസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് ഇൻ്റർവ്യൂസ് ആൻഡ് ത്രൂ വിച്ച് വി ആർ ഡ്രോയിങ് ഓൺ എ കൺക്ലൂഷൻ. നെക്സ്റ്റ് വന്നിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. ലെറ്റ് സീ വാട്ട് ഇറ്റ് ഈസ്. സോ ദിസ് മെത്തേഡ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനലൈസിങ് ദ കോസൽ റിലേഷൻഷിപ്സ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടെക്നിക് ദ ഡാറ്റ റിലേറ്റഡ് ടു ദ occurrence of an event is collected and evaluated in order to understand the reason behind occurrence of such events. So it helps in testing hypotheses and concerning cause, effects and trends of events that may help to explain present events and anticipate future events as well. So historical method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംതിങ് ഹാസ് ഹാപ്പൻ, സോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഓർ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഫോർ ദ ഒക്കറൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിലോട്ട് ലൈക്ക് ലീഡ് ചെയ്തത് എന്നൊക്കെ നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ് എന്ത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. Now let's see what is the next topic is. Next topic vanittu grounded theory aanu. So what is grounded theory? So which involves an active participation of the researcher in the activities of the group, culture or the community under study. The data regarding the required information is collected with the help of observation. So നമ്മുടെ ഒരു ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച്, ഇപ്പോൾ ട്രൈബൽസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു റിസർച്ചറാണ് ഞാനെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവരുടെ വേരിയസ് ആക്ടിവിറ്റീസിൽ അവരുടെ കുറേ ചിലപ്പോൾ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ക്ലാസ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ കൾച്ചറൽ ഇവൻറ്റ്സോ വാട്ടെവർ അതിലൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യും. എന്നിട്ട് ആ ഗ്രൂപ്പിനെ ഞാൻ എന്ത് ചെയ്യും, പെർട്ടിക്കുലർലി അവരെ ഒബ്സർവ് ചെയ്യും. ഞാൻ എന്ത് കാര്യമാണോ അവരിൽ സ്റ്റഡി ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യും. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇതിലൂടെ ഞാനൊരു തിയറി ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ സോ ബിക്കോസ് ഓഫ് ദ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ പീപ്പിൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഓക്കെ ദിസ് പീപ്പിൾ ആർ ബീയിങ് ബിക്കോസ് ഓഫ് ഈ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള തിയറീസ് ജനറേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ജനറേറ്റ് ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുക. സോ ഗ്രൗണ്ടഡ് തിയറി വിച്ച് involves active participation of the researcher in the activities of the group and the data is being recorded with the help of observation. So the direct observation ലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വിത്ത് ഗ്രൗണ്ടഡ് തിയറി. ഇനി വന്നിട്ട് എന്തൊക്കെയാണ് ഗ്രൗണ്ടഡ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് ഫിറ്റ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് വെദർ ദ തിയറി കറസ്പോണ്ട്സ് ടു റിയൽ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി. സോ ഇപ്പം നമ്മൾ ആ ഡെവലപ്പ് ചെയ്യുന്ന തിയറി വി ക്യാൻ ജസ്റ്റ് ഓക്കെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അവരെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് സീ ഇഫ് ദ തിയറി ഈസ് അപ്രോപ്രിയേറ്റ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് ഫിറ്റ് ആണോ എന്ന് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, വി ക്യാൻ ഹാവ് ആൻ ഐഡിയ ഓൺ ദാറ്റ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ്. സോ അണ്ടർസ്റ്റാൻഡിങ് ഇസ് നമ്മൾ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഒക്കെ ഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പം നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നതേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു കാര്യം മനസ്സിലാവുക എങ്ങനെയാണ്, ഡയറക്റ്റ്ലി അത് നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. സോ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഗീവ്സ്. ആൻഡ് ഓൾസോ generality. So this
theory provides much information and scope for further analysis or generating more theories. So നമുക്ക് ഈ ഒരു കൺക്ലൂഷൻ്റെ ബേസിൽ നമുക്ക് മോർ തിയറീസ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മോർ എന്താ പറയുക കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ലൈക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഈ ഒരു വേരിയബിൾ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിലും ഓക്കെ we may find something other also, something new, so we can generate more theories. Then control. So the theory generated is valid as it has been analyzed under controlled conditions. So we have already said under certain conditions we are observing them. So our theory കാര്യങ്ങളൊക്കെ എന്താണ്, so we are developing നമ്മുടെ direct observation ആണ് we are developing all this, so it will be valid. So that is with control. So characteristics of ground theory that are fit, understanding, generality and control. So these are the important characteristics of ground theory. ഇനി ഫങ്ഷൻസ് ഓഫ് ഗ്രൗണ്ട് തിയറി ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ആങ്കേഴ്സ് ഓർ കോഡ്സ് ദാറ്റ് അലോ ദ കീ പോയിൻറ്റ്സ് ഓഫ് ദ ഡേറ്റ ടു ബി ഗ്യാതേർഡ്. സോ ഏതിലാണ് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് തിയറീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഇംപ്ലിസിറ്റ് ബിലീഫ് സിസ്റ്റം എക്സ്പ്ലിസിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് അനാലിസിസ്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ക്ലിയർ ചെയ്തൊരു പെർട്ടിക്കുലർ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വിൽ ഗെറ്റ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ വാട്ട് ഇറ്റ് ഈസ്. ഒരു ഇംപ്ലിസിറ്റ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് ഇറ്റ് വിൽ ടേക്ക് ടു ആസ് ആൻ എക്സ്പ്ലിസിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഹൂസ് കെയർഫുൾ എക്സിക്യൂഷൻ ഇസ് thought to guarantee a good theory as the outcome. So നമുക്കൊരു ഗുഡ് തിയറി അല്ലെങ്കിൽ പ്രോപ്പർ തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും വിത്ത് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ. ആൻഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ സ്റ്റഡി. സോ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് വി ക്യാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ദിവസം മാത്രമാവില്ല നമ്മൾ അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ കുറിച്ച് പഠിക്കുക. ഇറ്റ് കണ്ടിന്യൂസ് ആൻഡ് ഒരു നമുക്കൊരു ഐഡിയ കിട്ടുന്നവരെ ഇറ്റ് കണ്ടിന്യൂസ് ആൻഡ് വി ക്യാൻ it will be very useful to make valid conclusions. So that is with functions of grounded theory. ഇനി വന്നിട്ട് characteristics of qualitative researches ആണ് നമുക്ക് പഠിക്കാനുള്ളത്. So first characteristics വന്നിട്ട് data leads to formation of theory ആണ്. Let's see what it is. In a qualitative research, the researcher collects data by going to the participant, interacting with them and interviewing with them in depth level. So data leads to formation of theory. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രൗണ്ടഡ് തിയറി പറഞ്ഞപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അവരടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇൻ ഡെപ്ത് ലെവലിൽ എന്താണ് ഇവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വേറൊരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് അത്ര റിച്ച് ആയിട്ട് അല്ലെങ്കിൽ അത്ര ഒരു ഗുഡ് കണ്ടൻറ്റ് ഒരു ഗുഡ് ഇൻഫർമേഷൻ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് കിട്ടില്ല. സോ ഇത്തരത്തിലുള്ള ആ ഒരു ഇൻ ഡെപ്ത് ലെവൽ അനാലിസിസ് അല്ലെങ്കിൽ ആ ഇൻ ഡെപ്ത് ലെവൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും നമുക്ക് കൂടുതൽ തിയറീസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് നമ്മളെ help ചെയ്യും. So that is with the point data leads to the formation of theory. Then context bound research. So that is another characteristics of qualitative research. So the qualitative research involves specific studies with reference to the context, culture or society. Therefore the researcher is more context sensitive. The researchers study the events or day-to-day life actions on daily basis and they need to take into account of all the happenings taking place in the particular situation. So they have to exclude their personal biases and deeply involve themselves as participants or the event or situation. Thus qualitative research is context specific. So particular context bound research അല്ലെങ്കിൽ context specific എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ പഠിക്കുമ്പോൾ നമ്മൾ അവർ എന്താണ് ഫ്രം ദർ ഡേ ടു നൈറ്റ് വാട്ട് എവർ ദേ ആർ ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ദേ ആർ ഇൻവോൾവിങ് നമ്മൾ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് ഓക്കെ വി ആർ ജസ്റ്റ് ലുക്കിംഗ്
ക്ലിയർലി ഓൺ ടു ദെയർ കൾച്ചർ, അവരുടെ സൊസൈറ്റി. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ ചിലപ്പോൾ അയാളുടെ കൾച്ചർ ആവാം, അല്ലെങ്കിൽ അയാളുടെ സൊസൈറ്റി ആവാം, അല്ല അപ്ബ്രിങ് ആവാം, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കാരണമാവാം. അപ്പോൾ നമ്മൾ അവരെ ലൈക്ക് ഇൻ ഡെപ്ത് അവരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദിസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ ദാറ്റ് ഈസ് വിത്ത് കോണ്ടെക്സ്റ്റ് ബൗണ്ട് റിസർച്ച്. ദെൻ വന്നിട്ട് നെക്സ്റ്റ് പോയിന്റ്, ഇൻവോൾവ്മെൻറ്റ് ഓർ ഇമേഴ്ഷൻ ഓഫ് റിസർച്ച്. സോ ഈ ഒരു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിലൊക്കെ എപ്പോഴും എടുത്തു പറയുന്ന പോയിന്റാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ഒബ്സർവേഷൻ, ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു റിസർച്ചർ ആ സ്റ്റഡിയിലോട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള കൾച്ചേഴ്സ്, സൊസൈറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ ഐഡിയാസും അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും പല കൾച്ചർ അല്ലെങ്കിൽ പല സൊസൈറ്റൽ വാല്യൂസ് അല്ലെങ്കിൽ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് നമുക്കുള്ള ഒരു എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ that will be increasing. So that is with involvement or immersion of researchers with that point. Next point is research relationship. So the research in qualitative research needs not be non-judgmental and should have any pre-assumption, since they need to collect the original responses from the participants. So the relationship between the researcher and participants of the research should lead to gain a relevant information which is free from bias. Thus, in a qualitative research, the researcher need to indulge completely to the research settings to gain more natural and honest response from the participants. So ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഡയറക്റ്റ്ലി ഉള്ള ഇൻവോൾവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, സോ നമുക്ക് ആ ഒരു ബയാസ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, ഇപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെയാണ് എന്നൊരു ബയാസ് കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവരെ വ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ആ രീതിയിലാവും. പക്ഷേ ഇൻഡെപ്ത് ആയിട്ടുള്ള ഈ ഒരു ഓക്കെ നമുക്ക് തന്നെ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നല്ലേ, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെയല്ല. സോ വി വിൽ ഗെറ്റ് കുറച്ചും കൂടെ നാച്ചുറൽ ആൻഡ് ഹോണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ത്രൂ അവർ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ participants. So that is with researcher and research relationship. So let's have a quick recap on what all we have discussed under this point. So characteristics of qualitative research involves data leads to formation of theory, context bound research, involvement or immersion of researchers, then research relationship. These are the points involved in characteristics of qualitative research. Now let's see what are the key elements of a qualitative research. So qualitative research in the key elements എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Following are few of the key elements related to qualitative research. That is the first one, the research design. എങ്ങനെയാണ് ഒരു qualitative researchലെ research design നമുക്ക് നോക്കാം. So that is naturalistic. നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൊസൈറ്റി ഓർ കൾച്ചർ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. സോ വി ഗീവ് ദ നാച്ചുറൽ ഓർ ഒരു പേഴ്സണൽ ബയാസ് ഒന്നും ഇല്ലാത്ത റെസ്പോൺസസ് കിട്ടും. സോ ദാറ്റ് ഈസ് ദ കീ എലമെൻറ്റ് ഓഫ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നാച്ചുറലിസ്റ്റിക് ആൻഡ് എമർജൻറ്റ് ഓഫ് ന്യൂ പാർട്സ്. നമുക്കിപ്പോൾ കുറേ ന്യൂ കോൺസെപ്റ്റ്സും ന്യൂ തിയറീസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ. സോ നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, കമ്മ്യൂണിറ്റി, ഈവൻറ്റ്സ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് വി വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആൻഡ് അത് നമുക്കും വി ക്യാൻ ജസ്റ്റ് ഹാവ് എ ന്യൂ ഇൻസൈറ്റ്. സോ ദ വാട്ട് ഓൾ വി ആർ ഡൂയിങ് ഇസ് പർപ്പസ്ഫുൾ. ഇറ്റ് ഈസ് ഹാവിങ് എ purpose. So that is with the research design. So the research design of qualitative research are naturalistic and it leads to emergence of new paths and it is purposeful. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഡാറ്റ കളക്ഷൻ ആണ്. സോ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക? സോ ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ആൻഡ് അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് എൻഗേജ്മെൻറ്റ്. നമ്മൾ റിസർച്ചിലെ പാർട്ടിസിപ്പൻസുമായിട്ട് നമ്മൾ ഡയറക്റ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളും അവർ ആ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ വി ആർ ഗെറ്റിംഗ് മോർ
information. So that is with personal experience and engagement. And empathetic neutrality. So as we discussed earlier, while gathering information from the target society, the researcher need to be empathetic without being judgmental. So we should be empathetic. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ അയ്യോ അവരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെൻറ്റൽ ആവാൻ പാടില്ല. നമ്മൾ ജീവിച്ച രീതി വേറെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ, അവർ ജീവിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ വി ഷുഡ് നോട്ട് ബി ജഡ്ജ്മെൻറ്റൽ, ദിസ് ഇസ് റൈറ്റ് ഓർ റോങ്. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ദേ വിൽ ബി ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് ഈസ് വിത്ത് എംപത്തറ്റിക് ന്യൂട്രാലിറ്റി. സോ വിച്ച് ഇൻവോൾവ്സ് ലൈക്ക് ഹാവിങ് ഫ്ലെക്സിബിലിറ്റി, ഓപ്പൺനെസ്, സെൻസിറ്റിവിറ്റി, റെസ്പെക്റ്റ്, അവെയർനെസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ അവരുടെ എന്തെങ്കിലും കണ്ടിട്ട് അയ്യോ ഇത് മോശമാണല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് അവരുടെ കൾച്ചർ, ദേ ആർ ഫോളോയിങ് ദാറ്റ്. സോ അവർ ഭയങ്കര സെൻസിറ്റീവും ചിലപ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഈസ് ആൻ അതർ element that we have to be careful also about when it comes to data collection. Then dynamic system, since change is inevitable and the researcher needs to be flexible and attentive towards the situational dynamics. So dynamic system, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഇതിൽ ഒരു ലാബിൽ വെച്ചിട്ട് ആൾക്കാർക്ക് ഒരു ടെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തും വേണമെങ്കിൽ സംഭവിക്കാം, ചിലപ്പോൾ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാം. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അറ്റൻറ്റീവായിട്ട് നിൽക്കാനും ഒക്കെ it is also an important thing when it comes to data collection. And also the analysis. So analysis എന്ന് പറയുന്നത് uniqueness is very ഒരു core characteristics ആണ് when it comes to qualitative research. because നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അത് നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ we will just go to detail and will answer why, what and how. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആൻസർ ചെയ്യും. ദെൻ ഇൻഡക്റ്റീവ് അനാലിസിസ് ആണ്. സോ ഇൻഡക്റ്റീവ് reasoning എന്താണ്? So the data is analyzed to find out the important patterns, themes and interrelationship which begins with exploring and then confirming the findings. Hence the research analysis is guided by analytical principles rather than rules. ഇപ്പോൾ ഒരു ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്തിട്ടല്ല നമ്മളൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുക. ചിലപ്പോൾ ഓരോ ഡാറ്റ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ഡിഫറൻസ്. സോ അതിനനുസരിച്ചിട്ട് എന്താണ് വി are changing our principles. So it is not strictly bounded to these rules. So it is like analytical or നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് അനാലിസിസ് ആണ്. Then holistic perspective. So holistic perspective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, it's like we are studying lot of things interdependent ആയിട്ട്. ഇപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഓക്കെ അതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു കാര്യം ഉണ്ടാകും. So it is we are studying it as a whole. അല്ലെങ്കിൽ interdependency is very important or it's being studied in a qualitative research. And the context sensitive, so that we have already discussed. So the context or the space അല്ലെങ്കിൽ the society or the culture involved. So everything has been taken care of when it comes to analysis. So this is where the key elements of qualitative research. So here we have discussed about how the research design and the data collection and the data analysis of qualitative researches is being carried out. So next വന്നിട്ട് qualitative and quantitative research comparison ആണ്. So that I have already told you when we begin the class. Qualitative research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡാറ്റ നമ്മൾ ഇൻ ഡെപ്ത് അനാലിസിസ് അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റ കളക്ഷൻ ആണെങ്കിലും ഡിറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻ ഡെപ്ത് ഇൻ്റർവ്യൂസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുക. സോ ഇറ്റ് കംപ്ലീറ്റ്ലി എന്താണ്, ഇറ്റ് ഈസ് ആൻസറിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് വൈ, ഹൗ ആൻഡ് വാട്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യും. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇറ്റ്സ് ലൈക്ക് എന്താണ്, ഒരു ന്യൂമറിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ബീങ് എന്താണ് ന്യൂമറിക്കൽ ഇറ്റ്സ് ബീങ് റെക്കോർഡഡ് ഇൻ ദ ഫോം ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് വി ആർ ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ഈ ഒരു പെർട്ടിക്കുലർ സ്കെയിൽ കൊടുത്തിട്ട് വി ആർ ജസ്റ്റ് അസസിങ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വിത്ത് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ.
The next topic is relevance of qualitative research in psychology. So qualitative research in the relevance എന്താണ് സൈക്കോളജിയിൽ എന്നാണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത്. So qualitative research aims to get a better understanding through first hand experience, truthful reporting and quotations of actual conversation. So qualitative researchൽ ഒരു നമുക്ക് ഇപ്പം ഞാൻ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഒബ്സർവ് ചെയ്ത് നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് 100% ട്രൂത്ത്ഫുൾ ആൻഡ് ഒരു ആക്ച്വൽ കോൺവെർസേഷൻസ് ആണ് നമ്മളതിൽ കൂടുതൽ വരുന്നത്. ആൻഡ് ഓൾസോ പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അയാളുടെ കൾച്ചർ, സൊസൈറ്റി, അപ്ബ്രിങ്ങിങ്, പാരൻറ്റിങ്, ഇങ്ങനെ കുറേ ഇപ്പോൾ അയാളുടെ ഒരു ബിഹേവിയർ ഇങ്ങനെ ആവാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ എന്നുള്ളത്, അല്ലെങ്കിൽ ദെയർ സറൗണ്ടിങ്, സൊസൈറ്റി, കൾച്ചർ, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസ് നമ്മുടെ ഇപ്പോൾ ഈ സൈക്കോളജി ഫീൽഡിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മളടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അയാൾക്കൊരു ഡിപ്രഷൻ്റെ സ്കെയില് കൊടുക്കുന്നെങ്കിൽ അതിൽ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇപ്പോൾ അയാളോട് ചോദിക്കണം എന്നുണ്ടാവും, എന്താണ് അയാൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം, മേ ബി ഒരു ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മരണം ആവാം, അല്ലെങ്കിൽ സംതിങ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വേണം. സോ ഫോർ ദാറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ക്വാളിറ്റേറ്റീവ് റിസർച്ചസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാണ്ട് നമുക്കൊരു തെറപ്പി എങ്ങനെ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. So that is with relevance of qualitative research in psychology. Next topic വന്നിട്ട് ethical guidelines in qualitative research ആണ്. So let's see what are the ethical guidelines. അത് ഒന്നോ രണ്ടോ തവണ നമ്മൾ പല യൂണിറ്റ്സിലും ഡിസ്കസ് ചെയ്തതാണ്. എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവും, നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സോ നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു കാരണം വെച്ചാലും നമ്മൾ ആരടുത്തും ഷെയർ ചെയ്യരുത്. ബിക്കോസ് അവർ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ പേഴ്സണൽ പ്രോബ്ലംസും അല്ലെങ്കിൽ പ്രൊഫഷണൽ വടേവർ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാകും. സോ ഇപ്പോൾ പെർട്ടിക്കുലർ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പോയിട്ട് ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒബ്സർവ് ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള സീക്രറ്റ്സും കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്ന റൂൾസും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ചെയ്യുമ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രൈവസി ഹിൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോട്ട് ലൈക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. സോ അനോണിമിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഇത് ഇങ്ങനെ എല്ലാവരുടെയും നമ്മുടെ ഇന്ന പേര് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ദിസ് ഷുഡ് ബി കീപ്പ് അനോണിമസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കീപ് ദ അനോണിമിറ്റി. ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ് ഓൾസോ ഷുഡ് ബി ഗിവൻ. എന്തിനാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് ഓൾസോ ഷുഡ് ബി ഗിവൻ. സോ ദാറ്റ് ഈസ് വിത്ത് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇനി വന്നിട്ട് എന്താണ് മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്. മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, 2 things അല്ലെങ്കിൽ മോർ ദാൻ 2 things എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തരുന്നതെന്നുള്ളത്. സോ ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഒരുമിച്ച് അല്ലെങ്കിൽ അത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സ്ഡ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ് എന്ന് പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ഇൻറ്റിഗ്രേറ്റിംഗ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഇൻ എ സിംഗിൾ റിസർച്ച്. ഒരു സിംഗിൾ റിസർച്ചിൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഈ ഒരു മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താണ് എന്നുള്ളത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്രഷൻ ആണ് നമ്മളൊരു പോപ്പുലേഷൻ്റെ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ബെക്ക് ഡിപ്രഷൻ ഇൻവെൻട്രി കൊടുത്തു, അപ്പോൾ നമുക്കൊരു സ്കോർ കിട്ടി, this person is having severe depression. സോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടത്തി. അപ്പം നമുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് സെഡ് ദാറ്റ് അവർ ജീവിക്കുന്ന സമൂഹം അല്ലെങ്കിൽ ദ കൾച്ചർ, ദ സൊസൈറ്റി ഭയങ്കരമായിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പം മോർ വിമൻ ആർ ബീങ് ഡിപ്രസ്ഡ് ബിക്കോസ് ഈ ഒരു സോഷ്യലി വരുന്ന ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ അതൊക്കെയാണ് കാരണം. സോ അത് നമുക്ക് കിട്ടുന്നത് ഏത് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അനാലിസിസിലൂടെയാണ്.
ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെയാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്തു? ആ ഒരു ന്യൂമറിക്കലി ഓക്കെ മൈൽഡാണ്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രിഫോണ്ട്, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ് അവരുള്ളത് എന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മോർ ഡിപ്രസ്ഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. സോ മിക്സ്ഡ് അപ്രോച്ച് അപ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരും. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ് ആണ് നെക്സ്റ്റ് വന്നിട്ട്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ് വെച്ചാൽ, ഇറ്റ്സ് ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ് വിച്ച് മീൻസ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ, ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിന് ഇത്ര ഓപ്ഷൻസ് ഉണ്ടാവും. സോ അതിൽ അവർ മാർക്ക് ചെയ്യുന്നു. സോ ദാറ്റ്സ് എ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അവരെ ഒബ്സർവ് ചെയ്തിട്ട് വി ആർ ആസ്കിങ് ദം വൈ ദിസ് ഹാപ്പൻ. സോ അതെന്താണ്? കുറച്ചും കൂടെ ഓപ്പൺ എൻഡഡ് ആണ്. ദേ ആർ ഫ്രീ ടു ആൻസർ വാട്ട് എവർ ദേ ഫീൽ. സോ ദാറ്റ് ഈസ് വിത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. സോ അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് വരുമ്പോഴും റിഗ്രസ് ആയിട്ടുള്ള ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിൽ നമുക്ക് പെർട്ടിക്കുലർ സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ഡിറൈവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് കൊടുക്കാം. അപ്പം മിക്സ് അപ്രോച്ചിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ന്യൂമറിക്കൽ ഡാറ്റയും കിട്ടി, അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസും കിട്ടി. സോ ദാറ്റ് ഈസ് വിത്ത് അനദർ പോയിന്റ്. സോ ഈ ഒരു മെത്തേഡ് ഓൾസോ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഒരു സേ ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടെ ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ പോയിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ഇന്ന പ്രശ്നമുണ്ട്, അത് കാരണം ഈ ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി യൂസിങ് ദിസ് മിക്സ്ഡ് അപ്രോച്ച്. സോ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ന്യൂമറിക്കൽ ഡാറ്റ മാത്രം കളക്ട് ചെയ്തിട്ടാണെങ്കിൽ സോ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസും കൂടെ വരുമ്പോൾ വിൽ ഗെറ്റ് an idea on why is this എന്നുള്ളത്. So that is with characteristics of mixed approach. And the last point, the method helps to provide an information rich data. So ഒരു rich data, so lot of informations it will gives us. എന്തുകൊണ്ടാണ് it gives us rich data എന്ന് പറയുന്നത്? എന്താ വെച്ചാൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും അപ്രോച്ചും ഒരുപോലെ നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ രണ്ടും നമുക്ക് ആ ഒരു സ്ട്രോങ് ഒരു എവിഡൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ഒരു ഇൻഫർമേഷൻ ഒരു ബാക്കപ്പ് തരും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് കോൾഡ് ആസ് so that's how it is saying it's a mixed approach research methods are rich in information or data. So that is with characteristics of mixed approach method. ഇനി വന്നിട്ട് നമുക്ക് യൂസസ് ഓഫ് മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡാണ്. എന്തൊക്കെയാണ് എവിടേക്കാണ് നമ്മൾ ഈ മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുക? സോ നമ്മുടെ ഫൈൻഡിങ്സ് വാലിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിയാണോ അല്ലേ. സോ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നമ്മൾ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫൈൻഡിങ്സ് എന്തായാലും പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡെവലപ്പ് സർവേ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സർവേ ചെയ്യണമെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ടൂള് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് എന്ന് മനസ്സിലാക്കാനും മിക്സ്ഡ് റിസർച്ച് മെത്തേഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഒരു പാർട്ടിസിപ്പൻസ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് നമ്മൾ ആരിലാണോ സ്റ്റഡി ചെയ്യുന്നത് അവരെ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്താണ് അവർ എന്ന് മനസ്സിലാക്കാൻ മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് കളക്ട്സ് റിച്ച് ആൻഡ് കോംപ്രിഹെൻസീവ് ഡേറ്റ. സോ ഇൻഫർമേഷൻ റിച്ച് ആയിട്ടുള്ളൊരു ഡേറ്റ തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ ഇതിലൂടെ സഹായിക്കും. മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡിലൂടെ സാധിക്കും. ദെൻ ലാസ്റ്റ് സ്ലൈഡ് വന്നിട്ട് ലിമിറ്റേഷൻസ് ഓഫ് മിക്സ് അപ്രോച്ച് ആണ്. എന്തൊക്കെയാണ് മിക്സ് അപ്രോച്ചിൻ്റെ ലിമിറ്റേഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇൻവോൾവ്സ് കോംപ്ലെക്സ് ഇവാലുവേഷൻ. സോ
കോംപ്ലെക്സ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇറ്റ്സ് ലൈക്ക് വെരി ഹൈലി ടൈം കൺസ്യൂമിങ് ആവും. നമ്മൾ ആദ്യത്തെ ഇത് നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റ എടുക്കണം, അത് ആ ന്യൂമറിക്കൽ ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷനും സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഒബ്സർവേഷനും സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് അനാലിസിസും ചെയ്യണം. സോ എന്താവും, നമ്മുടെ റിസർച്ച് നമ്മൾ ആ ചെയ്യുന്ന സ്റ്റഡി വിൽ ബി ഹൈലി ടൈം കൺസ്യൂമിങ് ആവും. സോ ദാറ്റ് ഈസ് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് കോംപ്ലെക്സ് ഇവാലുവേഷൻ. സോ നമ്മൾ ഇത്ര മിക്സ് അപ്രോച്ചിൽ വരുന്ന ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഹൈലി ടൈം കൺസ്യൂമിങ് ആണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി കോംപ്ലെക്സ്. ദെൻ സെക്കൻഡ് പോയിന്റ് വന്നിട്ട് റിക്വയർസ് മൾട്ടിപ്പിൾ എക്സ്പെർട്ടൈസ് ഓർ എക്സ്പേർട്സ്. ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടിനും ഉള്ള എക്സ്പേർട്സ് അവിടെ വേണം. സോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ലൈക്ക് മൾട്ടിപ്പിൾ എക്സ്പേർട്സ് ഷുഡ് ബി ദെയർ, ഓർ ഇറ്റ് ഈസ് റിക്വയർഡ് to do a mixed approach method, and also requires increased resources and time. നമ്മൾ ഒരു മിക്സ്ഡ് സ്റ്റഡി ചെയ്യുമ്പോൾ കുറേ റിസോഴ്സസ്, ഇപ്പോൾ ഇൻ്റർവ്യൂസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ടൂൾസ്, സോ ഇറ്റ്സ് ലൈക്ക് ഹൈലി ടൈം കൺസ്യൂമിങ് ആണ്. കുറേ സമയം എടുക്കും അത് തീർക്കാൻ വേണ്ടിയിട്ടും, ആൻഡ് റിസോഴ്സസ് ആൻഡ് മണി എവറിത്തിങ് ഷുഡ് ബി ലൈക്ക് ഹൈലി ഇൻവോൾവ് ആയിരിക്കും ഇതിൽ. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ രണ്ട് കാര്യവും അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എന്താണ്, നമുക്കൊരു ഹെക്ടിക് ഫീലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് ടൈം വിൽ ബി needed for that. So that is with limitations of mixed approach. So with this point we are done with this module, with this unit. So just go through the PPT, and if you have any doubts, please get back to me.